ശബരിമല വിശേഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. മീനമാസ പൂജകൾക്ക് നട തുറന്നതു മുതലുള്ള ശബരിമലയിലെ ഭക്തജന തിരക്ക് തുടരുകയാണ്. പുതിയ ദർശന ക്രമീകരണത്തിൽ തിരക്ക് കൂടുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നുണ്ട്. ഇന്നും മേൽപ്പാലം വഴി ഭക്തരെ കയറ്റിവിടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. അതെ മനോജ്, മീനമാസ പൂജകൾക്ക് നട തുറന്നതു മുതൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ്. ഈ ദർശന ക്രമീകരണം ഏത് രീതിയിലാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നത്? രോഹിണി, 14-ാം തീയതി മുതൽ നട തുറന്നു. അന്നു മുതൽ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മുൻവശത്ത് ഇപ്പോൾ ഭക്തരെത്തിയിട്ടുണ്ട്. ഇതുവഴിയാണ് സാധാരണ കയറ്റി വിടാനുള്ള ഒരു തീരുമാനം ആയിരുന്നത്. അതായത് പുതിയ ദർശന ക്രമീകരണം അനുസരിച്ച് ഈ കൊടിമര ചുവട്ടിലെത്തുന്ന ഭക്തരെ ഉള്ളിലേക്ക് കയറ്റി വിടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ഒരുക്കിയിരുന്നത്. എന്തായാലും അങ്ങനെ എത്തുന്ന ഭക്തരെ കയറ്റുന്നുണ്ട് ഉള്ളിലേക്ക്. ഈ ഒരു തിരക്ക് കുറയുന്നതിനനുസരിച്ചാണ് അവർക്ക് വേഗതയിൽ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും നേരിട്ട് നടന്നുകൊണ്ട് തന്നെ ദർശനം നടത്താമെന്നുള്ളതാണ്. അതായത് 20 സെക്കൻഡിലധികം ഭക്തർക്ക് ദർശനം ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ തിരക്ക് കൂടുന്നതിനനുസരിച്ച് മേൽപ്പാലം വഴിയും കയറ്റി വിടേണ്ടി വരുന്നുണ്ട് ഭക്തരെ. കാരണം തിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കൊടിമര ചുവട്ടിൽ അധികം നിൽക്കുവാനുള്ള സ്ഥലം കുറവാണ്. അതോടൊപ്പം തന്നെ 18-ാം പടിയിൽ നിന്നും ഭക്തർ കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ താമസം ഉണ്ടാകും ഉള്ളിലേക്ക് കയറാൻ. അതോടൊപ്പം തന്നെ മേൽപ്പാലം വഴി ഭക്തരെ കടത്തി വിട്ടില്ലെങ്കിൽ കൂടുതൽ തിരക്ക് ഈ ഭാഗത്ത് അനുഭവപ്പെടുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞിരുന്നത്. ഏതായാലും ഇതുവഴി മാത്രം, അതായത് ബലിക്കൽപുര വഴി മാത്രം ദർശനം നടത്താമെന്നുള്ളത് ഈ ഒരു തിരക്ക് കൂടുന്നതിനനുസരിച്ച് സാധ്യമല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത് മാസപൂജ കൂടെയാണ്. മണ്ഡലകാലം വരുമ്പോഴേക്കും കൂടുതൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ ഈ സമയം ഈ ഒരു വഴി മാത്രം, അതായത് ഈ മുന്നിലൂടെ ബലിക്കൽപുര വഴി മാത്രം കയറാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. കാരണം അത്രയധികം തിരക്ക് ഈ ഭാഗത്ത് അനുഭവപ്പെട്ടാൽ അത് കൂടുതൽ ഭക്തർക്കായാലും കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം അവർക്ക് സുഗമമായിട്ടുള്ള ദർശനമാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഇവിടേക്ക് ശബരിമലയിലേക്ക് വ്രതം നോറ്റ് എത്തുന്നത്. ആ ദർശനം അത് സുഗമമാക്കുക എന്നതാണ് ഇവിടെയുള്ള അധികൃതർ അവരുടെയൊക്കെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ ഒരു പാതയിലൂടെ തന്നെ, അതായത് മുന്നിലൂടെ മാത്രം ദർശനം സാധ്യമാക്കുക എന്നത് ഈ തിരക്കിൻ്റെ ഒരു സാഹചര്യത്തിൽ അത് മാത്രം പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസവും വിലയിരുത്തുന്നത്. കാരണം പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഇപ്പോൾ നടത്തുന്നത്. കാരണം ഈ ഒരു പാതയിലൂടെ, അതായത് കൊടിമരച്ചൂട്ടിൽ നിന്നും ബലിക്കൽപുരയിലൂടെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണിക്ക വഞ്ചി വെച്ച് രണ്ടായി തിരിച്ചുകൊണ്ടുള്ള പാതയാണ്. ആ പാതയിലൂടെ ദർശനം നടത്താമെന്നുള്ളതിൽ ഒരു പരിമിതിയുണ്ട്. കാരണം ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ അതിനനുസരിച്ചാണ് ഈ ഒരു ദർശന ക്രമീകരണം. ഇപ്പോൾ നമ്മൾ മുൻവശത്താണ് കാണുന്നത്. ഇനി മേൽപ്പാലത്തിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് മേൽപ്പാലം വഴി ഇറങ്ങി വരുന്ന സോപാനത്തിനരികേക്ക് എത്തുന്ന ഭക്തരാണിവർ. അപ്പോൾ ഇങ്ങനെ എത്തുന്ന ഭക്തരും അതോടൊപ്പം തന്നെ ബലിക്കൽപുര വഴി എത്തുന്ന ഭക്തരും ഒരുമിച്ചാണ് ഉള്ളിലേക്ക് ഈ സോപാനത്തിനരികേക്ക് എത്തുക. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഭക്തർക്ക് വലതുവശം നോക്കിയായിരിക്കും ദർശനം. അതോടൊപ്പം തന്നെ മുന്നിലൂടെ കയറുന്നവർക്ക് നേരിട്ട് ദർശനവും ലഭിക്കും. എന്തായാലും നമുക്ക് അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് സോപാനത്തിനരികേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുന്നിലൂടെ എത്തുന്ന ഭക്തരും അതോടൊപ്പം തന്നെ വശത്തൂടെ എത്തുന്ന ഭക്തരും ഒന്നിച്ച് പോകുന്നത് കാണാൻ സാധിക്കും. അത്തരത്തിൽ രണ്ട് ഭാഗം വഴിയും, അതായത് മേൽപ്പാലം വഴിയും അതോടൊപ്പം തന്നെ ബലിക്കൽപുര വഴിയും ഇപ്പോൾ ഭക്തരെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. കാരണം രണ്ട് രീതിയിലുമുള്ള ദർശനമാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കി വരുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ബലിക്കൽപുര വഴിയുള്ള ദർശനം അത് പൂർണ്ണമായും സാധ്യമാകുമോ എന്ന് പരീക്ഷിച്ചു. പക്ഷേ അത് മാത്രമായി നടക്കില്ല എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മേൽപ്പാലം വഴിയും ഭക്തരെ കയറ്റിവിടുന്നത്. എങ്കിൽ മാത്രമേ ഈ ഒരു തിരക്ക് നിയന്ത്രിക്കാനാവുകയുള്ളൂ. അത് തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും ഇതോടുകൂടെ ഇനി മണ്ഡലകാലത്തായാലും അതോടൊപ്പം തന്നെ ഇനി വരുന്ന മാസപൂജകൾക്കായാലും ഇതിലൊരു തീരുമാനം എടുക്കുമെന്നുള്ളത് തന്നെയാണ് അധികൃതർ പറയുന്നത്. കാരണം ഈ മുന്നിലൂടെയുള്ള ദർശനവും അതോടൊപ്പം തന്നെ
ഈ മേൽപ്പാലം വഴിയുള്ള ദർശനവും അത് രണ്ടും നടപ്പിലാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. തിരക്ക് കുറയുന്നതിനനുസരിച്ച് കൂടുതൽ പേർക്ക് ഈ മുന്നിലൂടെ പ്രവേശിക്കാനാകും. പക്ഷേ തിരക്ക് കൂടിക്കഴിഞ്ഞാൽ ഈ മേൽപ്പാലവും കൂടെ ഉപയോഗിക്കുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഭക്തരൊക്കെ തന്നെ അങ്ങനെ എത്തുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ്. ഈ ഒരു മാസപൂജയായതിനാൽ തന്നെ കൂടുതൽ പേരും തമിഴ്നാട്, അതോടൊപ്പം തന്നെ കർണാടക മേഖലയിൽ നിന്നൊക്കെ വരുന്നവരുണ്ട്. എന്തായാലും ഈ ഒരു തിരക്ക് അങ്ങനെ തന്നെ ഓരോ ദിവസവും തുടരുന്നുണ്ട്. മാസപൂജകൾക്ക് സാധാരണ തിരക്ക് കുറവ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കാറ്. പക്ഷേ ഈ മീനമാസ പൂജയ്ക്ക് ഇപ്പോൾ പുതിയ സംവിധാനം കൂടെ ഏർപ്പെടുത്തുമ്പോൾ ഇവിടേക്ക് ഭക്തജനങ്ങൾ അങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി മനോജ്, എന്തായാലും മീനമാസ പൂജകൾക്ക് നട തുറന്നതു മുതൽ ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് തുടരുന്നത്. പുതിയ ദർശന ക്രമീകരണം തിരക്ക് കൂടുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നുമുണ്ട്. ഇവർക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ മേൽപ്പാലം വഴി ഭക്തരെ കയറ്റിവിടാൻ ആദ്യം ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. പക്ഷേ തിരക്ക് കൂടുമ്പോൾ അതിലൊരു പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ ദർശനം പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതെ അതെ അതെ, മാസപൂജയ്ക്ക് നട തുറന്നാൽ പതിവില്ലാത്ത തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. മനോജാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.